ഞങ്ങളൊരു കൺസെഷൻ തരുന്നതാണ്, ഞങ്ങളൊരു സ്വകാര്യ സൗകര്യം ചെയ്തു തരുന്നതാണ് എന്ന് പറയും. അപ്പോൾ പക്ഷേ ആ സൗകര്യം ഞങ്ങൾക്ക് വേണ്ടെങ്കിലും ഓഫീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ വളരെയധികം ഹരാസ് ചെയ്യാൻ ശ്രമിച്ചു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചിട്ട് ഇതുപോലെ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയാൽ പിന്നെ നമ്മൾ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. പോലീസ് സ്റ്റേഷനുകൾ കുറച്ചും കൂടെ നല്ലതായതും കുറച്ചും കൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും വനിതാ പോലീസിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയാം. ഒരേ തരത്തിലുള്ള പരീക്ഷ എഴുതി ഒരുപോലെ പാസ്സായി ഒരുപോലെയുള്ള ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴും ഇതുപോലെയുള്ള വിവേചനം എന്ന് പറയുന്നത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടോ ഞാൻ. എന്താണ്, കുതിര ഓടിക്കാൻ അറിയാവുന്നവരുണ്ടോ? വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരുണ്ടോ? ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ടും വണ്ടി ഓടിക്കാത്തവരുണ്ടോ? ഒരുപാട് പേരുണ്ടാവും. ഞാൻ സാധാരണ പെൺകുട്ടികളോട് ചോദിക്കാവുന്ന കാര്യമാണ്, ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാവോ എന്ന്. അറിയായിരിക്കും, പക്ഷെ അവരുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്താ ഫലം? നമ്മൾ അറിവ് എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കണം. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവസരം വരുമ്പോൾ പ്രവർത്തിക്കണം. പ്രവർത്തിച്ചാൽ മാത്രമേ അതിനൊരു ഗുണം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അറിവ് നേടിയിട്ട് യാതൊരു ഗുണവുമില്ല. അപ്പം നിങ്ങൾ ഇന്നിവിടെ കേട്ട കാര്യങ്ങൾ ഒരു പരീക്ഷ വരുമ്പോൾ, PSC പരീക്ഷയാണെങ്കിലും UPSCയുടെ പരീക്ഷയാകുമ്പോഴും സ്ത്രീകളുടെ പ്രാതിനിധ്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സ്ത്രീകൾ ഇതുപോലെ വിവിധ തലങ്ങളിൽ ഉയർന്നു വരണം എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊക്കെ എഴുതാം. അപ്പം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, ജോലിയും കിട്ടും. ഒരു വളരെ ശക്തിയായിട്ടുള്ള IAS IPS IFS ഉദ്യോഗസ്ഥയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും വലിയ തലത്തിലുള്ള ജോലിയോ PSC പരീക്ഷ എഴുതി ജയിക്കുന്ന ജോലിയോ ഒക്കെ കിട്ടും. അറിവെന്ന് പറയുന്നത് നിങ്ങളെ അവസരം വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അറിവ് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സ്ത്രീകളെക്കുറിച്ചുള്ള എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. അല്ലാത്ത ചോദ്യങ്ങൾ ഫിൽറ്റർ ചെയ്തിട്ട് ഉത്തരം പറയുള്ളൂ. പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ പറയില്ല. സോ ഓക്കെ, ഇനി ഇൻട്രാക്ഷൻ ആണ്. സോ മാം ആയിരുന്നല്ലോ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ IPS ഓഫീസർ, വനിതായിട്ട് വന്നിട്ടുള്ള IPS ഓഫീസർ എന്ന് പറയുന്നത്. സോ മാം ആദ്യം ഫോഴ്സിലെത്തുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു നേരിട്ടിരുന്നത്? മുന്നേ ക്ലിയർ ആയില്ല. ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ് ഞാൻ. അതെ. സോ മാം ഫോഴ്സിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടുള്ളത്? ഇപ്പോൾ പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ള സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ആ സമയത്ത് ഡോമിനൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് മെയിൽ ഓഫീസേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പം മാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും അപ്പോൾ നേരിട്ടിട്ടുണ്ടായിരുന്നതോ? അത് എന്തെങ്കിലും അനുഭവം ഉണ്ടോ മാമിന്? അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് മോനെ. അത് സൊസൈറ്റി പാട്രിയാർക്കലാണ്, പക്ഷേ പോലീസ് ഇസ് ഈവൻ മോർ സോ. പോലീസ് എന്ന് പറയുന്നത് ടോട്ടലി പാട്രിയാർക്കൽ ഫോഴ്സാണത്. നമ്മൾ കൊച്ചുകുട്ടിയോട്, ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിയോട് പോലീസിനെ ഒന്ന് വരയ്ക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ എപ്പോഴെങ്കിലും ആ കുട്ടി ഒരു വനിതാ ഓഫീസറിൻ്റെ പടം വരയ്ക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വരയ്ക്കില്ല. ഞാനത് പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ണടച്ചുകൊണ്ട് പോലീസിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ, ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചാൽ പോലും ആ കുഞ്ഞു പറയുന്ന കാക്കി ഉടുപ്പ്, പാൻറ്, ഷർട്ട്, തൊപ്പി എന്ന ലാത്തി എന്നൊക്കെ പറയും, തോക്കെന്നൊക്കെ പറയുമെങ്കിലും മീശ, കുടവേറ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ആ ആണായിട്ടാണ് പലപ്പോഴും എല്ലാവരും പോലീസിനെ കാണുന്നത്. പോലീസ് എന്ന് പറയുന്ന ആ ഒരു ജോലി ഒരു മാസ്കുലിൻ ജോലിയാണ്. അതുകൊണ്ട് തന്നെയാണ് ലേഡി പോലീസ് ഓഫീസേഴ്സും പാൻറ്റും ഷർട്ടും ഇടേണ്ടി വരുന്നത്. ഇറ്റ്സ് എ മാസ്കുലിൻ ജോബ്. പാട്രിയാർക്കലാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. വലിയ പ്രയാസമായിരുന്നു. ദാറ്റ് വാസ് അറൗണ്ട് ഇപ്പം 87-ലാണ് ഞാൻ, 1987 ഇപ്പോൾ 40 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ആദ്യത്തെ കേരളത്തിലെ IPS ഓഫീസറായിട്ട് ഇവിടെ വരുന്നത്. വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ സീനിയർ സ്ഥലത്തിൽ നിന്നുണ്ടായി. ഓഫീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ വളരെയധികം ഹരാസ് ചെയ്യാൻ ശ്രമിച്ചു. കുറച്ച് പേര് കുറച്ച് പാവം ഇത്രയും ചെയ്താൽ മതി, ഇത്രയൊന്നും ചെയ്യേണ്ടെന്ന് സോഫ്റ്റ് പോസ്റ്റിങ്ങിൽ ഇരുത്താൻ, ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തില്ല. ലൈക്ക് ഇപ്പം വനിതാ SI-മാർ വരുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പോലീസ് സ്റ്റേഷൻ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ പറയും വനിതകളെ കൊണ്ട് വലിയ പ്രയാസമാണ്, രാത്രി 24 മണിക്കൂറും ജോലി ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞങ്ങളൊരു കൺസെഷൻ തരുന്നതാണ്, ഞങ്ങളൊരു സ്വകാര്യ സൗകര്യം ചെയ്തു തരുന്നതാണ് എന്ന് പറയും. അപ്പോൾ പക്ഷേ ആ സൗകര്യം ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? അങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് വന്നത്. അപ്പം നമ്മൾ പരിശീലനം നേടി ഒരേ തരത്തിലുള്ള പരീക്ഷ എഴുതി ഒരുപോലെ പാസ്സായി ഒരുപോലെയുള്ള ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴും ഇതുപോലെയുള്ള വിവേചനം എന്ന് പറയുന്നത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ എൻ്റെ തൊട്ട് പുറകെ വേറൊരു ലേഡി IPS ഓഫീസർ വന്നു. അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങളോളം ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 40 അടുപ്പിച്ച വനിതാ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം കാര്യങ്ങളൊക്കെ മെച്ചമായി. ആദ്യത്തെ എപ്പോഴും ഒരു ഫോർ റണ്ണർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റായിട്ട് പോകുന്ന ആളിൻ്റെ കാലിലായിരിക്കും കല്ലും മുള്ളും എല്ലാ കാര്യങ്ങളും കൊണ്ട് കയറുക. നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ തടസ്സം വരികയും വീഴുകയൊക്കെ ചെയ്യുക. അപ്പോൾ കിരൺ ബേഡി അതുപോലെയുള്ളൊരു പാത നയിച്ചു പോയത് കൊണ്ടാണ് ഭാരതത്തിലെ ലേഡി IPS ഓഫീസേഴ്സിനും കൂടെ വരാമെന്ന ഒരു
ഒരു ധൈര്യം കിട്ടിയത്. ദാറ്റ് ഈസ് വൈ ഐ എം സേയിങ് ദാറ്റ് ലേഡീസ് ഉയർന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു ധൈര്യം കിട്ടുകയുള്ളൂ. ഇവരെ കൊണ്ട് പറ്റുമല്ലോ, അപ്പോൾ എനിക്ക് പറ്റുമെന്ന്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചിട്ട് ഇതുപോലെ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയാൽ പിന്നെ നമ്മൾ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോയി മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി നിൽക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഓരോ ദുർഘടങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും അതേ രീതിയിൽ തരണം ചെയ്തുകൊണ്ട് ഇറ്റ് വാസ് ഈസി ഫോർ മീ ബിക്കോസ് ഐ വാസ് ഇൻ ദ സീനിയർ റാങ്ക്. താഴോട്ടുള്ള SI-മാർക്കും സാധാരണ പോലീസ് കോൺസ്റ്റബിൾസായിട്ട് കയറുന്നവർക്കും ലേഡീസിന് ഇത് വലിയ പ്രയാസമാണ് ചെയ്യാൻ. കാരണം അവർക്കത് പറ്റില്ല. അവരത് സഹിച്ചും ക്ഷമിച്ചുമൊക്കെ അടക്കി ഒതുക്കിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ജോലിയിൽ മുന്നേറുന്നത്. പക്ഷേ സീനിയറായിട്ടുള്ള ആളെങ്കിലും ഇതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു വലിയ ധൈര്യം കിട്ടും. അതിൽ നിന്ന് ഒരു വനിതാ SP ആണ് ജില്ലയിൽ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വനിതാ SP-യുടെ കീഴിലുള്ള ഒരു വനിതാ പോലീസ് ഓഫീസർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു പുരുഷ SP ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലേഡീസ് ആവണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ലേഡീസിൻ്റെ പ്രസൻസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ വനിതകൾ ചെല്ലാൻ തുടങ്ങിയ പിന്നെയാണ് പണ്ട് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന കണ്ടുകൂടിയും ചീട്ടുകളിയും ഒക്കെ നിന്നത്. പോലീസ് സ്റ്റേഷനുകളിൽ ലോക്കപ്പിൽ ക്രൂരമായിട്ട് നടക്കുന്ന മർദ്ദനങ്ങൾ പോലും വനിതാ പോലീസ് ഓഫീസേഴ്സ് അവിടെ പോയത് കൊണ്ട് അവർ ചെന്ന് തടയും. ചിലപ്പോൾ മതി സാറേ എന്നൊക്കെ പറയും. അപ്പോൾ അവരുള്ളത് കൊണ്ട് അതിന് ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ പുരുഷ പോലീസുകാർ നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങിയത്, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങിയത്, പോലീസ് സ്റ്റേഷനുകൾ കുറച്ചും കൂടെ നല്ലതായതും കുറച്ചും കൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും വനിതാ പോലീസിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ദിസ് ഈസ് എ ഗ്രേറ്റ് ലെസൺ ഫോർ എവറിബഡി. അപ്പോൾ എനിക്കും ഇതൊരു വലിയ പാഠമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഐ കുഡ് ഓൾസോ ബി നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് എൻ്റെ ഒരു മെൻറ്റോറിങ് പോലെ ചെയ്യാനും സാധിക്കും. പിന്നെ വരുന്ന ലേഡി ഓഫീസേഴ്സിന് നമുക്ക് ഗൈഡൻസ് കൊടുക്കാം, മെൻറ്റർ ചെയ്യിക്കാം. അതാരെങ്കിലും പുരുഷന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അനുവദിച്ച് കൊടുക്കരുത്. പോലീസിലൊരു രീതിയുണ്ട്, ഒരു മീറ്റിങ്ങിലൊക്കെ ചെന്നിരിക്കുമ്പം ജെൻറ്റിൽമെൻ എന്നേ വിളിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വനിതയാണ്, യൂണിഫോം ഇട്ട് മുടിയൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ പോലും ജെൻറ്റിൽമെൻ എന്ന് പൊതുവെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു എന്നെ വിട്ടുപോയോ എന്ന് തോന്നും. അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ കൈ പൊക്കാറുണ്ടായിരുന്നു. അപ്പോൾ സോറി ലേഡി എന്ന് പറയാറുണ്ട് സീനിയർ ഓഫീസേഴ്സ് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇപ്പോൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓഫീസേഴ്സ് എന്ന് ജെൻഡർ ന്യൂട്രലായിട്ട് ഓഫീസേഴ്സ് എന്ന് അഡ്രസ്സ് ചെയ്യാറുണ്ട്. പക്ഷേ ആർമിയിൽ പറയുന്ന ഒരു സ്റ്റൈല്, ജെൻറ്റിൽമെൻ എന്ന് പറയുന്ന സ്റ്റൈല് മാറ്റിയെടുക്കാൻ സാധിച്ചത് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ജെൻഡർ ന്യൂട്രലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഗുണങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ വാല്യുബിൾ ഫോർ മീ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അല്ലേ? ശരി, താങ്ക് യു.